Dear students, the topic which we are going to discuss today is electrophoresis, and it's two types, page and age. So what is actually electrophoresis? It is the movement of charged particles in an electric field. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാൻ സൊല്യൂഷനകത്ത് പലതരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ പാർട്ടിക്കിൾസിന് പലതരത്തിലുള്ള ചാർജ് കാണും. So if you apply an electric field, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. So that is electrophoresis, and this method is useful for analyzing and purifying different types of proteins and nucleic acids. സാധാരണ രീതിയിൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ ചെയ്യുന്ന പ്രോട്ടീൻസിനെ ഐസൊലേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനോ, ബട്ട് യു ക്യാൻ ഓൾസോ അപ്ലൈ ഇറ്റ് ഫോർ അനലൈസിങ് ആൻഡ് പ്യൂരിഫൈങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. ആൻഡ് ഹൗ ഈസ് ദ മൈഗ്രേഷൻ ഓർ മൂവ്മെൻറ്റ് എഫക്റ്റഡ്? അതായത് ഞാൻ പറഞ്ഞു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ദേ മൂവ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ദ ജെൽ യൂസ്ഡ്, and also the size, shape and charge and chemical composition of the molecules to be separated. ഓരോ മോളിക്യൂളിനും ഓരോ സൈസ്, ഷേപ്പ്, ചാർജ്, കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും അതിൻ്റെ സെപ്പറേഷൻ നടക്കുന്നത്. നമ്മളിപ്പം പ്രോട്ടീൻ സെപ്പറേഷൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്രോട്ടീൻസ് തന്നെ പലതരത്തിലുള്ളതുണ്ട് അല്ലേ. പക്ഷേ അവർക്ക് ഓരോ പ്രോട്ടീനും ഓരോ സൈസ്, ഓരോ ഡെൻസിറ്റി, ഓരോ ചാർജ് ആയിരിക്കും. അപ്പം അത് അനുസരിച്ചായിരിക്കും പല പ്രോട്ടീൻസും ആ ഉള്ള ജെല്ലിനകത്ത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പം നമ്മുടെ പ്ലാന്റ് സാമ്പിള് പല ബാൻഡുകളായിട്ട് അല്ലെങ്കിൽ പല കോമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഡൺ ഇൻ electrophoresis. And what is the principle? If a movement of a charged molecule is subjected to an electric field, you have an equation V is equal to EQ by F, where E will be the electric field, Q will be the net charge, F is the frictional coefficient and V is the velocity. But you also know that the movement of the charged particle in an electric field can be defined in terms of mobility mu. So you have an equation mu is equal to V by E, and you can substitute the equation 1 in V. അപ്പോൾ നമ്മൾ V is equal to EQ by F എന്ന് പറഞ്ഞ് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലേ, EQ by F. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഫൈനലി യു ഗെറ്റ് ആൻ ഇക്വേഷൻ mu is equal to Q by F. So the movement of the charged particle depends on the net charge and frictional coefficient of the molecule. Okay, so that is the final equation for electrophoresis. Mu is equal to Q by F. അതായത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പം ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ depends on the net charge and frictional coefficient of that particular molecule which is isolated. Now you have two types of page. രണ്ട് പേജാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ സിലബസിനകത്ത് രണ്ട് തരത്തിലേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും മാത്രം നമുക്കിവിടെ ഡിസ്കസ് ചെയ്താൽ മതി. ആദ്യത്തെ പേജ് അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നതാണ് പോളി അക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് പേജ്. ഇനി പേജിനകത്ത് 3 സ്റ്റെപ്സാണ് നടക്കുന്നത്. എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ ജെല്ല് പ്രിപ്പയർ ചെയ്യുന്നു. ആ ജെല്ലിലേക്ക് നമ്മളുടെ സാമ്പിൾസിനെ നമ്മൾ ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ സാമ്പിൾസ് അതിനകത്തോട്ട് pour ചെയ്ത് ഒഴിക്കുക എന്ന്. ആൻഡ് യു ഓൺ ദ ഇലക്ട്രോഫോറസിസ് apparatus, and after sometimes what you do, the apparatus is kept off, and the bands you can visualize by keeping it in an UV chamber which is connected to a computer. അപ്പോൾ നമ്മൾ ആ UV ചേമ്പറിനകത്ത് നമ്മുടെ ഈ പർട്ടിക്കുലർ ജെല്ല് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ആ UV റേസ് വെച്ച് നമുക്കൊരു ഒരു ഫോട്ടോ കിട്ടും. ആ ഫോട്ടോ കമ്പ്യൂട്ടറിനകത്ത് വരുമ്പോൾ നമുക്ക് ആ ജെല്ലിനകത്ത് പല സ്ഥലത്ത് പല ബാൻഡ്സ് കാണാം. ഈ ബാൻഡ്സ് ആയിരിക്കും ഓരോ കോമ്പൗണ്ട്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി 2 തരത്തിലുള്ള പേജുണ്ട്, കോളം ജെല്ലും സ്ലാബ് ജെല്ലും. സാധാരണ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ലാബ് ജെല്ലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നിൽ കൂടുതൽ പ്ലാന്റ് സാമ്പിൾസ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. കോളം ജെല്ലിനകത്ത് നമുക്ക് അറ്റ് എ ടൈം ഒരു സാമ്പിളേ ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്ലാബ് ജെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സാമ്പിൾസ് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സ്ലാബ് ജെല്ലാണ് ശരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പേജിനകത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ജെല്ല് പ്രിപ്പയർ ചെയ്യണമല്ലേ. അപ്പോൾ ഈ ജെല്ല് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഇതിൽ 4 കോമ്പൗണ്ട്സ് കാണും. അക്രിലമൈഡ്, മെത്തിലിൻ ബിസക്രിലമൈഡ്, അമോണിയം പെർസൾഫേറ്റ് ആൻഡ് ടെമഡ്. ഈ 4 കോമ്പൗണ്ട്സൂടെ മിക്സ് ചെയ്ത് നമ്മൾ പോളിമറൈസ് ചെയ്യാൻ
it is polymerized. അപ്പോൾ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും what happens, you obtain a gel. അപ്പം ശരിക്കും ആദ്യം ഈ ജെല്ല് ശരിക്കും എന്തായിരിക്കും, ഒരു ലിക്വിഡ് ഫോം ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അതിനെ റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ജെല്ല് സെറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഈ ജെല്ല് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോളമാണെങ്കിൽ ആ ട്യൂബിനകത്ത് തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ പോളിമറൈസ് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി നമുക്കൊരു വലിയ ഗ്ലാസ് സ്ലാബിനകത്ത് നമ്മൾ വലിയ ഗ്ലാസ് പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്ലാസ് പ്ലേറ്റിനകത്തോട്ട് നമ്മൾ ഈ പറയുന്ന 4 സാധനങ്ങളൂടെ നമ്മൾ പോർ ഓഫ് ചെയ്തിട്ട് അതിനെ നമ്മളൊരു ജെല്ല് രൂപത്തിലാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നാല് സാധനങ്ങൾ ഏതൊക്കെ, അക്രിലമൈഡ്, മെത്തിലിൻ ബിസക്രിലമൈഡ്, അമോണിയം പെർസൾഫേറ്റ്, അതിനെ നമ്മൾ APS എന്ന് വിളിക്കും, പിന്നെ ടെമഡും. ഈ 4 പോളിമറൈസ് ചെയ്ത് നമുക്കൊരു ജെല്ല് കിട്ടും. നമുക്ക് ഈ ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റാൻ പറ്റും. എങ്ങനെയൊക്കെ, നമ്മൾ അക്രിലമൈഡും ബിസക്രിലമൈഡ് കോൺസെൻട്രേഷൻ കൂട്ടിയും കുറച്ചും കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഹൈ മോളിക്കുലർ വെയ്റ്റ് മോളിക്യൂൾസിനെയും ലോ മോളിക്കുലർ വെയ്റ്റ് മോളിക്യൂൾസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്ന് വിചാരിച്ചോ, അതായത് കെമിക്കൽ യൂസ് ചെയ്തിരിക്കുന്ന വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്താണ്, ഹൈ മോളിക്കുലർ വെയ്റ്റ് മോളിക്യൂൾസ് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലോ, ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് പോറ് കുറച്ച് ചെറുതായി വരും. അപ്പോൾ പോറ് ചെറുതായി വരുമ്പോൾ എന്താ സംഭവിക്കുക, ലോ മോളിക്കുലർ വെയ്റ്റ് കോമ്പൗണ്ട്സെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നിങ്ങൾക്ക് ഹൈ മോളിക്കുലർ വെയ്റ്റ് കോമ്പൗണ്ട്സ് ആണോ വേണ്ടിയത്, ലോ മോളിക്കുലർ വെയ്റ്റ് കോമ്പൗണ്ട്സ് ആണോ വേണ്ടിയത്. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ ജെല്ലിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ജെല്ല് പ്രിപ്പയർ ചെയ്തു അല്ലേ. ഇനി ഞാൻ പറഞ്ഞു പേജിനകത്ത് 2 ടൈപ്പ് ഓഫ് ജെല്ലുണ്ട്, കോളം ജെല്ലും സ്ലാബ് ജെല്ലും. കോളം ജെല്ലിനകത്ത് നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നോക്കിയേ, നമുക്കൊരു ട്യൂബുണ്ട് ഇല്ലേ. ഈ ട്യൂബിനകത്തേക്ക് നമ്മൾ ആ പറഞ്ഞ 4 കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്, അക്രിലമൈഡ്, ബിസക്രിലമൈഡ്, ടെമഡ്, APS, ഈ 4 കൂടെ നമ്മൾ ഈ ട്യൂബിനകത്തേക്ക് പോർ ഓൺ ചെയ്തിട്ട് പോളിമറൈസേഷൻ നടക്കുന്നു. ആഫ്റ്റർ പോളിമറൈസേഷൻ ജെല്ല് സെറ്റാവും. ഓക്കെ, അപ്പോൾ ജെല്ല് സെറ്റായി ട്യൂബിനകത്ത്. ഇനി എന്താ ചെയ്യുക, ഈ സെറ്റ് ജെല്ലിനകത്ത് നമ്മളിതിൻ്റെ മേളിലായിരിക്കും നമ്മുടെ സാമ്പിൾ അപ്ലൈ ചെയ്യുന്നത്. ഈ സാമ്പിളിന് കൂടെ നമ്മളൊരു ഡൈയും കൂടെ അപ്ലൈ ചെയ്യും. എന്തിനാ, നമ്മൾ ശരിക്കും ഡൈ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സാമ്പിൾ എത്ര വരെ പോകുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മളൊരു ട്രാക്കിംഗ് ഡൈ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ട്രാക്കിംഗ് ഡൈ എവിടെ വരെയാണോ പോകുന്നത് അവിടെ വരെ സാമ്പിളും പോകും. അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ സാമ്പിൾ എവിടെ എത്തിയെന്ന്. അപ്പോൾ സാമ്പിളിനൂടെ നമ്മളൊരു ഡൈയും കൂടെ മിക്സ് ചെയ്യും. ഇനി ഈ നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന ട്യൂബിനെ നമ്മൾ 2 ബഫറിനകത്തേക്ക് ലോഡ് ചെയ്യിപ്പിക്കും. ഒരു അപ്പർ ബഫർ റിസർവോയറും ഉണ്ട്, ഒരു ലോവർ ബഫറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനകത്തും ബഫറുണ്ട്, ബഫർ സൊല്യൂഷനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണെന്ന് പഠിക്കേണ്ട, ബഫർ സൊല്യൂഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് പവർ സപ്ലൈ കൊടുക്കും, കാഥോഡും ആനോഡും. അപ്പം നമുക്കറിയാം ദ പാർട്ടിക്കിൾസ് ദേ വിൽ മൂവ് ഫ്രം ദ ടോപ്പ് ടു ദി ബോട്ടം. അപ്പം നമ്മൾ ഇലക്ട്രിക് സപ്ലൈ ഓൺ ചെയ്യുന്നു, ഇലക്ട്രോഫോറസിസ് നടക്കുന്നു. ഇലക്ട്രോഫോറസിസ് നടക്കുമ്പം ഈ ഓരോ അത് ആ സാമ്പിളിനകത്തുള്ള പല പാർട്ടിക്കിൾസും അവരോട് ഡെൻസിറ്റി അനുസരിച്ച് ആ ജെല്ലിനകത്ത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ബാൻഡ്സ് കിട്ടും അല്ലേ. ഈ ബാൻഡിനെ നമ്മൾ എങ്ങനെ നമുക്ക് കാണണ്ടേ ഈ ബാൻഡ് എന്തൊക്കെയാണെന്ന്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബാൻഡിനെ നമ്മളൊരു ഈ ജെല്ലിനെ നമ്മൾ UV ചേമ്പറിനകത്ത് കൊണ്ടുവെക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, നമ്മൾ UV ചേമ്പർ ഓൺ ചെയ്യുന്നു. ആ ചേമ്പറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ബാൻഡ്സ് നമുക്ക് കമ്പ്യൂട്ടർ വഴി കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ വിച്ച് ഈസ് ഡൺ ഇൻ ദി കോളം ജെൽ. ഇനി സ്ലാബ് ജെല്ലിനകത്ത് എന്താ നടക്കുന്നത്, സ്ലാബ് ജെല്ലിനകത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു സ്ക്വയർ ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും. ആ ഗ്ലാസ് പ്ലേറ്റിനകത്ത് ഞാനീ പറഞ്ഞ 4 കോമ്പൗണ്ട്സും നിങ്ങൾ ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താണ്, ഒരു ലിക്വിഡ് ഫോം ആയിരിക്കും കിട്ടുന്നത്. ഈ ലിക്വിഡ് ഫോം കുറച്ച് നേരം ആകുമ്പോഴത്തേക്ക് സെറ്റാകും. അപ്പോൾ നമുക്ക് ഒരു ജെല്ല് കിട്ടും ഇല്ലേ. ഈ ജെല്ല് സെറ്റാവുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലൊരു കോമ്പ് കാണും. നമ്മൾ തലയൊക്കെ ചീവുന്ന പോലെ തന്നെ ഒരു ചെറിയ കോമ്പ് കാണും. ആ കോമ്പിനെ നിങ്ങൾ ഈ പർട്ടിക്കുലർ ജെല്ല് സെറ്റാവുന്നതിന് മുമ്പേ അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുക. സോ വാട്ട് ഹാപ്പൻസ്, ഈ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കോമ്പ് അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഓരോ വെല്ല് വന്ന് വീഴും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ എന്നറിയത്തില്ല, ഈ ഡയഗ്രാമിനകത്തുണ്ട് ഓരോ ഓരോ കുഴിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വെല്ലിനകത്തേക്കായിരിക്കും നിങ്ങളുടെ സാമ്പിൾ നിങ്ങൾ ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഗ്ലാസ് പ്ലേറ്റ് എന്ത് ചെയ്യും, 2 ബഫർ സൊല്യൂഷൻ്റെ അടുക്ക് വെക്കും. അപ്പോൾ മേളിലും ബഫറുണ്ട്, താഴെയും ബഫറുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ ഈ ജെല്ല് ഇറക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ സപ്ലൈ കൊടുക്കുന്നു. പവർ സപ്ലൈ കൊടുക്കുമ്പം
അതിൻ്റെ കൂടെ നമ്മൾ ട്രാക്കിംഗ് ഡൈയും കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ വെല്ലിനകത്ത് നിന്ന് ഇപ്പോൾ ഈ ഓരോ കുഴിക്കകത്തുള്ള സാമ്പിൾ പയ്യെ പയ്യെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്, ഓരോ സ്ഥലത്ത് ഓരോ ബാൻഡ് കിട്ടുന്നു. ഈ ഓരോ ബാൻഡും ഓരോ കോമ്പൗണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഇതേത് കോമ്പൗണ്ടാണെന്ന് അറിയണ്ടേ, അപ്പം അതറിയാൻ വേണ്ടി നമ്മൾ ഈ ജെല്ലിനെ ഈ ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇത്തീഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യും. ഇത്തീഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ ബാൻഡ്സ് മൊത്തം വിസിബിൾ ആവും. എവിടെ, UV വിസിബിൾ ചേമ്പറിനകത്ത്. അപ്പോൾ ഇത്തീഡിയം ബ്രോമൈഡിനകത്ത് സ്റ്റെയിൻ ചെയ്തിട്ട് ആ ജെല്ലിനെ നിങ്ങൾ പിന്നെ UV വിസിബിൾ ബാൻഡ് ചേമ്പറിലേക്ക് നമ്മൾ സബ്ജക്റ്റ് ചെയ്യുന്നു. അപ്പം ദാറ്റ് UV ചേമ്പർ ഈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ UV വിസിബിൾ ചേമ്പർ നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഫ്ലൂറസൻസ് വീഴും. ആ UV വിസിബിൾ ഫ്ലൂറസൻസ് നമുക്ക് ഇസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാൻഡ്സ്. ഓക്കെ, അപ്പോൾ സ്ലാബ് ജെല്ലും കോളം ജെല്ലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഏജാണ്. ഏജ് അല്ലെങ്കിൽ അഗാറോസ് ഇലക്ട്രോഫോറസിസ്. ഇതിൻ്റെ ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ആ പോളി അക്രിലമൈഡിൻ്റെ പകരം, അതായത് 4 കോമ്പൗണ്ട്സിൻ്റെ പകരം അഗാറോസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജെല്ലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്ലാബ് ജെല്ല് ചെയ്തില്ലേ, അതിൻ്റെ സെയിം പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പോൾ ഏജ് നമ്മൾ സാധാരണ ചെയ്യുന്നത് DNA-യും RNA-യുടെ സെപ്പറേഷന് വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഗാറോസ് ഒരു ബഫറിനകത്ത് ഡിസോൾവ് ചെയ്തെടുക്കുന്നു, കുറച്ച് നേരം കൂൾ ചെയ്യാൻ വെക്കുന്നു, പിന്നെ ആ സെയിം പ്രൊസീജിയറാണ്. ആ ജെല്ലിനെ നമ്മൾ സ്ലാബ് ജെല്ലിലേക്ക് ഒഴിക്കുന്നു. പിന്നെ ബാക്കി സാമ്പിൾസ് സാധാരണ രീതിയിൽ നമ്മൾ പേജ് ചെയ്യുന്നത് പ്രോട്ടീൻസിനും ഏജ് ചെയ്യുന്നത് DNA RNA-യ്ക്കും വേണ്ടിയാണ്. DNA-യും RNA ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏജ് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയറാണ്. ഞാൻ നേരത്തെ സ്ലാബ് ജെല്ലെന്ന് പറയുന്ന അതേ പ്രൊസീജിയറാണ്. വ്യത്യാസമെന്ന് വെച്ചാൽ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിനകത്ത് അഗാറോസ് ആയിരിക്കും ജെല്ലായിട്ട് യൂസ് ചെയ്യുന്നത് പോളി അക്രിലമൈഡിൻ്റെ പകരം. ഓക്കെ, അഗാറോസ് മാത്രം മതി. പേജിനകത്ത് നമുക്ക് 4 കോമ്പൗണ്ട്സ് വേണമായിരുന്നു. ഏജിനകത്ത് അഗാറോസ് മാത്രം നമുക്ക് യൂസ് ചെയ്ത് അതൊരു ബഫറിനകത്ത് ഡിസോൾവ് ചെയ്ത് നമ്മളൊരു ജെല്ലാക്കി കഴിഞ്ഞിട്ട് സാമ്പിൾസ് ലോഡ് ചെയ്യുക, ഇലക്ട്രോഫോറസിസ് മെഷീൻ ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് ഇലക്ട്രോഫോറസിസ് ഫിനിഷ് ആകുമ്പോഴത്തേക്കും ആ ജെല്ല് നമ്മൾ എടുക്കണം, അതിന് എത്തീഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ UV ചേമ്പറിനകത്ത് വെച്ച് നമുക്ക് ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ബാൻഡ്സ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ദി ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. അതിനകത്ത് പേജ് ചെയ്യുന്നത് പ്രോട്ടീൻസിനും ഏജ് ചെയ്യുന്നത് DNA-യ്ക്കും RNA-യ്ക്കും ആയിരിക്കും. ഓക്കെ, താങ്ക് യു.